ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ് പേട്രിയോട്ട്. ആദ്യ ദിനം മികച്ച കളക്ഷനുമായി പോകുന്നു. വേൾഡ് വൈഡ് ആയിട്ടും ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻ, അതായത് എമ്പുരാൻ, അതിൻ്റെ തൊട്ട് പിന്നാലെ ഈ ഒരു സിനിമ എത്തിയിരിക്കുകയാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ കേരള ട്രാക്ഡ് കളക്ഷൻ നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ 7.5 കോടിയായിരുന്നു ട്രാക്ഡ് കളക്ഷൻ. കർണാടകത്തിൽ നിന്ന് 1,53 ലക്ഷം രൂപ ട്രാക്ഡ് കളക്ഷൻ വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 72 ലക്ഷം രൂപയാണ് വന്നത്. തെലുങ്കിൽ നിന്ന് 15 ലക്ഷം രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 55 ലക്ഷം രൂപയും, അങ്ങനെ 10,50 ലക്ഷം രൂപയാണ് ഇന്ത്യ ടോട്ടലായി സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ വന്നത്. ശരിക്കുമുള്ള കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത് 8.5 കോടിയോളം എന്നുള്ളതാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3.5 കോടിക്ക് മുകളിലും സിനിമ വന്ന് 12 കോടിക്ക് മുകളിലാണ് ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ. GCC രാജ്യങ്ങളിൽ ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നത്. 30 കോടിയാണ് സിനിമയുടെ ആദ്യ ദിനത്തെ അൺഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ പുറത്തുവിടുന്നത്. ഒരുപക്ഷെ കളക്ഷൻ ഒഫീഷ്യലായി വരുമ്പോൾ അതിന് മുകളിലേക്ക് വരാനുള്ള ചാൻസുകളുമുണ്ട്. കാരണം USA, UK തുടങ്ങിയ ആ ഏരിയകളിലെ കളക്ഷൻ ഇനിയും ഉറപ്പിച്ച് പറയാനുള്ളതായിട്ടില്ല എന്നുള്ളത് തന്നെ. എന്താണേലും ആദ്യ ദിനം മിന്നിച്ച ഈ ഒരു സിനിമ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറുകയും ചെയ്തു. ആദ്യ ദിനം വെച്ച് നോക്കുമ്പോൾ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ രണ്ടാം ദിവസത്തിലും ഗംഭീരം തന്നെയായിരുന്നു. 3,22 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് പ്രീസെയിലൂടെ വന്നത്. തിരുവനന്തപുരത്ത് 244 ഷോയിൽ നിന്ന് 45 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നു. കൊല്ലത്ത് നിന്ന് 20 ലക്ഷം രൂപയ്ക്കടുത്തും എറണാകുളത്ത് നിന്ന് 86 ലക്ഷം രൂപയുമാണ് ട്രാക്ഡ് കളക്ഷനിലൂടെ വന്നത്. കണ്ണൂരിൽ നിന്ന് 22 ലക്ഷം രൂപയും കോഴിക്കോട് നിന്ന് 32 ലക്ഷം രൂപയും മലപ്പുറത്ത് നിന്ന് 20 ലക്ഷം രൂപയുമാണ് സിനിമയ്ക്ക് വന്നത്. തൃശ്ശൂരിൽ നിന്ന് 36 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. അങ്ങനെ ഓവറോൾ 1864 ഷോകളിൽ നിന്ന് 1,76,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,21,61,000 രൂപയാണ് പ്രീസെയിലൂടെ തന്നെ സിനിമയ്ക്ക് വന്നത്. രണ്ടാം ദിവസം കളക്ഷൻ ഇടിവ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അതിവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു ശനിയാഴ്ച ആണെങ്കിൽ പോലും സിനിമയുടെ നെഗറ്റീവ് റിവ്യൂസ് വന്നതുകൊണ്ട് തന്നെ അത് ബാധിക്കുന്നുണ്ട്. സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്ന് 6 കോടിക്ക് അടുത്ത് നേടും, അല്ലെങ്കിൽ 5 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പ് തന്നെയാണ്. ഇതുവരെ ട്രാക്കിംഗ് കളക്ഷൻ വന്നിരിക്കുന്നത് 4 കോടിയോളമാണ്. ഇനി ഈവനിങ് നൈറ്റ് ഷോസ് ആകുമ്പോൾ കൂടുതൽ കളക്ഷൻ വരുമെന്നുള്ള പ്രതീക്ഷയുമാണ്. ഇതിനോടൊപ്പം തന്നെ GCC രാജ്യങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നത്. വലിയ രീതിയിലുള്ള ഷോ കൗണ്ടാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഇന്നലത്തെ പ്രീസെയിൽ, അതായത് ഇന്നത്തെ പ്രീസെയിലൂടെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 13 കോടിയോളമാണ്. അങ്ങനെ സിനിമ ഏകദേശം ഇന്നലത്തെ കളക്ഷനും പ്രീസെയിലും മാത്രമേ 44 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോട് സിനിമ 50 കോടിയിലേക്ക് കയറും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നതെങ്കിലും നെഗറ്റീവായി വന്ന റിവ്യൂസ് എല്ലാം തന്നെ സിനിമയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാനും കഴിയുന്നു. പ്രത്യേകിച്ച് ഡീഗ്രഡേഷനോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. പ്രമുഖ ചാനലുകാർ ഡീഗ്രേഡ് ചെയ്തു എന്നുള്ളതല്ലാതെ സിനിമയ്ക്ക് പ്രത്യേകിച്ച് കാണികളിൽ നിന്ന് ഡീഗ്രേഡ് ചെയ്തില്ല. ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം ഒഫീഷ്യൽ പോസ്റ്ററിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആൻഡോ ജോസഫ് കമ്പനിയോ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയോ അത് പുറത്തിറക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്ക് കാത്തിരിക്കുന്നത്. വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ പറയുന്നു, ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കാം. ഗ്രേറ്റ് മീഡിയാസ്.